C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. അമ്മേ, അച്ഛൻ ഉറങ്ങി. കുറെ ഛർദിച്ചതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാ പാവത്തിന്. അമ്മേ, കുഞ്ഞേച്ചി ഇതുവരെ വന്നില്ലല്ലോ. വിഷ്ണുമോന്റെ കൂടെ പോയെന്നല്ലേ നീ പറഞ്ഞത്? അതെ, പക്ഷേ കുഞ്ഞേച്ചി അവിടെ നിൽക്കാൻ സത്യമ്മ സമ്മതിക്കില്ലല്ലോ. മടങ്ങിയെത്താനുള്ള സമയവും കഴിഞ്ഞു. വിഷ്ണു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറ്റവും കൂടെ ശാലിനിയുടെ തലയിൽ വരുമല്ലോ ദേവി. സത്യാമ്മ എന്തൊക്കെ കുഴപ്പങ്ങളാണോ ഇനി ഒപ്പിക്കാൻ പോകുന്നത്? നീ ആ ഫോണിങ്ങെടുത്തേ. ശരി അമ്മേ. അമ്മേ, ദേ കുഞ്ഞേച്ചിയാ. ഹലോ മോളെ, നീ ഇത് എവിടെയാ? ഞാൻ വിഷ്ണുവേട്ടന്റെ വീട്ടിലാ അമ്മ. അവിടുന്ന് ഇറങ്ങിയില്ലേ ഇതുവരെ? ഇല്ല അമ്മ, ഇവിടെ നിക്കാൻ പറഞ്ഞു സത്യാമ്മ. സത്യാമ്മ? അപ്പൊ നീ സത്യാമ്മയുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞോ? ഇല്ലമ്മ. പിന്നെ വിഷ്ണുവേട്ടന്റെയും സുസ്മിതയുടെയും കല്യാണം കഴിയുന്നത് വരെ എന്നോട് ഇവിടെ നിൽക്കാനാ സത്യാമ്മ പറഞ്ഞത്. കല്യാണം കഴിയുന്നവരെയോ? എന്ന് വെച്ചാ നീ എന്താ താലി കെട്ടിയ ഭർത്താവിനെ മറ്റൊരു പെണ്ണിന് ദാനം ചെയ്യാൻ പോവാണോ? മോളെ, ഒരിക്കലും ഇല്ലമ്മ. ഞാൻ എന്റെ വിഷ്ണുവേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് ഈ ലോകം മുഴുവൻ എനിക്ക് പകരം നൽകാമെന്ന് പറഞ്ഞാലും. എടി, 2 ദിവസം കഴിഞ്ഞ അവൻ വേറൊരു പെണ്ണിന് സ്വന്താ. ഇനി നീ ഇതും പറഞ്ഞോണ്ട് അവിടെ ഇരുന്നോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മേ. എന്ത് വിശ്വാസത്തിലും ധൈര്യത്തിലോ നീ ഇത് പറയുന്നത്? ഭർത്താവ് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടുന്നത് നോക്കി നിൽക്കേണ്ട ഗതികേട് നിനക്കുണ്ടാവരുത്. അത് അനുഭവിച്ചുള്ള നിന്റെ അമ്മ. ഒന്നും ഉണ്ടാവില്ലമ്മേ. വിശ്വാസവും ധൈര്യവും എന്താന്ന് വെച്ചാ സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും പക്ഷത്താണ് ഞാൻ. ആത്യന്തികമായ വിജയം അതിനേ ഉള്ളൂ. മോളെ, ഉള്ള കാര്യങ്ങൾ നീ സത്യമ്മയോട് തുറന്നു പറഞ്ഞ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതിനുള്ള സമയമായിട്ടില്ലമ്മേ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് അത് വെറുതെ ആക്കണോ? അതിനും അമ്മ പേടിക്കണ്ട. കല്യാണവും ഹണിമൂണും ഒന്നും നടക്കില്ല. ശാലിനിയാ പറയുന്ന. അമ്മ അവിടെ ധൈര്യമായിട്ടിരുന്നോ. ഞാൻ നാളെ വിളിക്കാം. ശാലിനി മോളെ, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? ഇത് കുടിച്ചട്ടെ. നീ ഇതൊക്കെ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണല്ലേ? എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ ഗോപാലേട്ടാ. അലക്കി തേച്ച് കൈതപ്പൂയിട്ട് വെച്ചിരുന്നതാ ഇതൊക്കെ. രാവിലെ അലമാരയിന്ന് ശ്യാമയെ കൊണ്ട് എടുപ്പിച്ചു. പൂവൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ടാവും, സുഗന്ധവും ഉണ്ടാവില്ല. ശാരദയുടെ ജീവിതം പോലെ തന്നെ.
സത്യം പറഞ്ഞ ശാരദ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഭൂതകാലത്തിൽ മാത്രമാ. ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് പഴയ ശാരദയുടെ പ്രേതം, അത്ര തന്നെ. ശാരദേ, ഗോപാലേട്ടൻ ഇത് കുടിക്കേ. വൈദ്യര് തന്ന കഷായ രാവിലെ വെറും വയറ്റിൽ കഴിക്കണമെന്നാ പറഞ്ഞത്. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പലഹാരവും ചായ എടുത്തു വെക്കാം. ഒരാള് ജീവൻ കളയാൻ കഷായം തരുന്നു, മറ്റൊരാള് ജീവൻ നിലനിർത്താനും. എല്ലാം ഈശ്വരന്റെ ഒരു കളി തന്നെ. അതെ, ഈശ്വരന്റെ കളി തന്നെ. എന്നും നേരായ കളിയുടെ നിയമം തെറ്റിക്കുന്നത് മനുഷ്യര് തന്നെയാ. അത് കാണുമ്പോ ചിലപ്പോ ഈശ്വരന്മാർക്ക് ഇടപെടാൻ തോന്നും. അതാ ഈശ്വര ദർശനം കഴിഞ്ഞ് വന്ന എന്റെ കൺമുന്നിൽ തന്നെ ഗോപാലനെ കിടത്തി തന്നതും ഞാൻ എടുത്തോണ്ട് പോയി ശുശ്രൂഷിച്ചതും. എപ്പോഴും അത് മനസ്സിലുണ്ടായിരുന്ന നന്ന്. ശാരദേ, നിന്റെ പേര് വിളിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. എങ്കിലും ഞാൻ മനസ്സറിഞ്ഞു പറയുക, നിന്നോട് ചെയ്ത തെറ്റുകൾക്ക് നീ എന്നോട് ക്ഷമിക്കണം. മാപ്പ്. അയ്യോ, ഗോപാലേട്ടൻ എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.